ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മുകാശ്മീരിൽ ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള USBRL പദ്ധതി 44,000 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കത്ര ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം 2.0 ക്യാമ്പയിന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. 2070 ആകുമ്പോഴേക്കും കാർബൺ ബഹിർഗമനം നെറ്റ് സീറോ ആക്കുക എന്ന ആശയം വിഭാവനം ചെയ്യാൻ ഭാവി തലമുറയെ സജ്ജമാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്ലാസ്റ്റിക് ഉപയോഗം അടിയന്തരമായി നിയന്ത്രിക്കണമെന്നും ഇതിനായി സുസ്ഥിര വികസന രീതികൾ സ്വീകരിക്കണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. RCB മാനേജ്മെന്റ്, BCCI, ഇവന്റ് മാനേജ്മെന്റ് ടീം എന്നിവയ്ക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുറ്റകരമായ അനാസ്ഥയാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെടുന്നത്. ഹൈക്കോടതി സംസ്ഥാന സർക്കാരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജൂൺ 10 ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജികൾ കോടതി പരിഗണിക്കും. സുസ്ഥിര പ്രകൃതി സൌഹൃദ വികസനമാണ് കേരളത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതി ദിനത്തിൽ ലോകത്താകമാനമുണ്ടാകുന്ന ചർച്ചകൾക്ക് തുടർച്ചയുണ്ടാകണമെന്നാണ് സർക്കാർ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി മിത്രം പുരസ്കാര സമർപ്പണവും പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിൻ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ സംഗമത്തിന്റെ ഭാഗമായതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് സൂരി അറിയിച്ചു. സുരക്ഷിതവും ഭക്തി നിർഭരവുമായി തീർത്ഥാടനത്തിന് സൌകര്യമൊരുക്കിയതിന് സൗദി അറേബ്യയ്ക്കും ഹജ്ജ് ഉംറ മന്ത്രാലയത്തിനും മറ്റ് വകുപ്പുകൾക്കും ഇന്ത്യൻ സ്ഥാനപതി നന്ദി അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കേരളത്തിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ട്രോളിംഗ് നിരോധന കാലയളവിൽ സൌജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭാവി തലമുറയ്ക്കായി കൂടുതൽ ഹരിതാഭമായ ഭൂമി സൃഷ്ടിക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ ആൽമരത്തൈ നട്ടു. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ശനിയാഴ്ച. നാളെ നിശ്ചയിച്ചിരുന്ന പൊതു അവധി മറ്റന്നാളത്തേക്ക് മാറ്റി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ കേന്ദ്ര ജീവനക്കാരുടെ ബക്രീദ് അവധിയും മറ്റന്നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പ്രവൃത്തി ദിവസമായിരിക്കും. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചതുകൊണ്ടാണ് പരിപാടിക്ക് കൃഷിമന്ത്രി എത്താതിരുന്നതെന്നും രാജ്യത്തിന്റെ അടയാളമായതിനാലാണ് ചിത്രം മാറ്റാൻ കഴിയാത്തതെന്നും ഗവർണർ പറഞ്ഞു. കൃഷി വകുപ്പിന്റെ പരിപാടി തുടർന്ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റിയിരുന്നു. ഭരണഘടനയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള സമീപനം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി പി രാജീവ്. വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മികവുറ്റതാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ഏർപ്പെടുത്തിയ ബിസിനസ് പ്ലാനും ധാരണാപത്രവും ഒപ്പിടുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ പൊതുമേഖലയിൽ വിറ്റുവരവ് 5000 കോടി കടന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു. സിക്കിമിലെ ചാറ്റനിൽ കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മോശം കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചു. ചാറ്റനിൽ അകപ്പെട്ടുപോയ 109 വിനോദസഞ്ചാരികളിൽ 63 പേരെ രാവിലെ പാക്യോങ് ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു. യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് ഹെലികോപ്റ്ററുകളും ബസ്സുകളും സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.